ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്യാബേജ് കൊണ്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു ക്യാബേജ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമുക്കൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പം ഇത് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ എടുത്തത്. അപ്പം ഇത് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്, ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരും കേട്ടോ. അപ്പോൾ ക്യാബേജ് നീളത്തിൽ അരിയുന്നതോടൊപ്പം തന്നെ നല്ല തിന്നാക്കി കട്ട് കുറച്ച് എടുക്കാൻ നോക്കുക കേട്ടോ. ഇത്രയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി ഇത്രയും മാറ്റി വെക്കുകയാണ്. അപ്പോൾ അരിഞ്ഞെടുത്ത ക്യാബേജ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. മഞ്ഞ ഒഴിക്കരുത് കേട്ടോ, വെള്ളം മാത്രം, മുട്ടയുടെ വെള്ളം മാത്രം ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3 മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ളത് മൈദയാണ്. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോറും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരിപ്പൊടി ചേർക്കാം. അതും 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് 3ഉം കൂടെ ആകുമ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് ഈ പൊടികളെല്ലാം ക്യാബേജിലേക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അപ്പം മുട്ടയും ഇതേപോലെ പൊടികളും നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇവിടെ പിള്ളേർക്ക് കഴിക്കുന്നതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടിത് മിക്സാക്കി എടുക്കാം. അപ്പം മിക്സാക്കി എടുക്കുമ്പം കയ്യിൽ ഒന്ന് ഒട്ടിപ്പിടിക്കുക കേട്ടോ. മാവൊക്കെ ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കും, മൈദ ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടി 1 ടീസ്പൂൺ വെള്ളം, 1-2 ടീസ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക കേട്ടോ. തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടിത് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും ഉപ്പും ആ മുളകും എല്ലാം നന്നായിട്ട് ക്യാബേജിലേക്ക് പിടിച്ചോളും. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് അത് ഉപയോഗിക്കുക കേട്ടോ. ഏത് എണ്ണയിൽ വേണമെങ്കിലും ഇത് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ചെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബോൾ പോലെ പിടിക്കാനൊക്കത്തില്ല കേട്ടോ. കുറച്ച് കൈ കൊണ്ടിങ്ങനെ കോരിയിട്ട് അങ്ങ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ എണ്ണയ്ക്കകത്ത് വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. വടയുടെ ഷേപ്പിലൊക്കെ ആക്കി മാറ്റിയെടുക്കാം. ഇനി ഒരു സ്പൂണ് കൊണ്ട് ഞാൻ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമുക്കിത് മൊരിച്ചെടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും, ഹൈ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മറിച്ചിട്ട ഭാഗം ഒരുപാടങ്ങ് മൊരിഞ്ഞ് വരണ്ട. നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് മൊരിച്ചെടുക്കാനാണ്. അതുകൊണ്ട് ഒരുപാടങ്ങ് മൊരിഞ്ഞ് വരണ്ട. ഒരു ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡിലായിട്ട് ആയിട്ട് വരുമ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ മഞ്ഞ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഉണ്ണി ചെറുതായി 2 എണ്ണത്തിൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി. അതുകൊണ്ട് കറക്റ്റായിട്ട് ആ കുഴിക്കകത്തോട്ട് ഇരുന്നില്ല, അങ്ങ് ഒഴുകിപ്പോയി. അപ്പോൾ ഇതേപോലെ നിൽക്കേണ്ടതാണ്. പക്ഷേ മറ്റേതൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും അങ്ങ് ഒലിച്ചു പോയി, ഉണ്ണി പൊട്ടിപ്പോയി. അപ്പോൾ ഇനി നിൽക്കത്തില്ല, അതിൽ ഒലിച്ചങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ എന്തായാലും ഒഴിച്ചു. എന്നിട്ട് നമുക്ക് തിരിച്ചും ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചെയ്യണം, യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ മുട്ടയായിട്ട് പുരട്ടത്തില്ലേ, മുട്ടയുടെ വെള്ളയായിട്ട് പുരട്ടുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞയിട്ട് പുരട്ടാം. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്ക് നല്ലതിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി, സാരമില്ല. ഞാൻ ഒഴുകി പോകുന്ന ഉണ്ണി ഒന്ന് മുകളിലോട്ട് കയറ്റി വെക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ നിൽക്കുന്നില്ല, അത് ഒഴുകി തന്നെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് മറിച്ചിടുന്നതിന് മുമ്പായിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടെ ഈ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു സ്നാക്കാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് ചായയുടെ ചൂടോടെ തന്നെ കഴിക്കണം. ഉള്ളിവടയെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കണ്ടാൽ ഉള്ളിവട പോലെ ഇരിക്കും, പക്ഷേ ഉള്ളിവടയെക്കാട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക.
ഇനി ഒരുപാട് നേരം എണ്ണയ്ക്കകത്തിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ണിയുടെ മഞ്ഞ മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ, ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കോരി മാറ്റാം. അപ്പോൾ അതെല്ലാം കോരി മാറ്റിയ ശേഷം ബാക്കി വന്ന ക്യാബേജിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഒരു വടയുടെ ചെറിയൊരു വടയുടെ ഷേപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ ഓക്കെ, താങ്ക്